കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംഭവിച്ചത് കനത്ത സുരക്ഷാ വീഴ്ചയാണ്. ഗോവിന്ദചാമിയെ പോലെയുള്ള കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന സെല്ലിലെ നിരീക്ഷണ സംവിധാനമാകെ നോക്കുകുത്തിയായി മാറി. സിസിടിവി നിരീക്ഷണമടക്കമുള്ളവ കാര്യക്ഷമമായിരുന്നില്ല എന്നും തെളിയിക്കപ്പെട്ടു. 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരമേഖല ജയിൽ ഡിഐജി ഉത്തരവിട്ടു. ജയിലിനകത്ത് നിന്ന് ഗോവിന്ദചാമിക്ക് സഹായം കിട്ടിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ജയിലിലെ സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി നാളെ അടിയന്തര യോഗം വിളിച്ചു. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് കോടതി വിധിയെഴുതിയ കൊടും കുറ്റവാളി, ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നതും കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള സെല്ലിൽ. എല്ലാം പേപ്പറിൽ എഴുതിവെച്ച സുരക്ഷയാണെന്ന ഒരു കൈകൂടിയില്ലാത്ത ഈ കുറ്റവാളി തെളിയിച്ചത്. സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റിയും തുണി ഉപയോഗിച്ച് മതിൽ ചാടിക്കടന്നും ഗോവിന്ദചാമി ജയിൽ ചാടിയത് അറിഞ്ഞതും പിന്നെയും ഏറെ സമയം കഴിഞ്ഞ, അതായത് ജയിലിലെ രാത്രിപ്പാറാവ് പാളിയെന്ന് ചുരുക്കം. CCTV ക്യാമറ ദൃശ്യങ്ങൾ 24 മണിക്കൂറും നിരീക്ഷിക്കേണ്ടതാണ്. അതിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന് വ്യക്തം. ജയിലിലെ ഇലക്ട്രിക് ഫെൻസിംഗും ഗോവിന്ദചാമി നിസ്സാരമായി മറികടന്നു. ഇതോടെയാണ് 4 ജയിൽ ഉദ്യോഗസ്ഥരെ ഉത്തരമേഖല ജയിൽ ഡിഐജി അടിയന്തരമായി സസ്പെൻഡ് ചെയ്തത്. DPO രജീഷ്, APOമാരായ അഖിൽ, സഞ്ജയ്, നൈറ്റ് ഓഫീസർ റിജോ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. DIG ആണ് അവിടെ അന്വേഷണം ചെയ്തിട്ട് DIG ആണ് നടപടി എടുത്തിട്ടുണ്ട്. കണ്ണൂർ I was there and then coordinated everything and now completing the work and DIG is sitting there to conduct the inquiry. ജയിൽ ചാട്ടത്തിനെതിരെ സർക്കാരിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തി. അവിശ്വസനീയമാണ്. ജയിലിന്റെ അകത്തു നിന്നും ജയിലിന്റെ പുറത്തു നിന്നും തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും കിട്ടിയിട്ടുണ്ട്. സർക്കാരിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത്. വീഴ്ച പറ്റിയെന്ന് CPM സമ്മതിച്ചു. ഗോവിന്ദചാമി ചാടി എന്നുള്ളത് സത്യം. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് പിടിച്ചു എന്നുള്ളതും സത്യം. വീഴ്ചയെല്ലാം പറ്റും, പലപ്പോഴും പറ്റും, പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇനിയും പറ്റും. ജയിൽ മേധാവി ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കാനിരിക്കുകയാണ് ജയിൽ ചാട്ടം. ഇതും ജയിൽ വകുപ്പിന് നാണക്കേടായി. ജയിൽ DIGയുടെ നേതൃത്വത്തിൽ ആഭ്യന്തരാന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ പോലീസ് മേധാവി, ജയിൽ മേധാവി, ആഭ്യന്തര സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുക്കും. മീഡിയ 1 തിരുവനന്തപുരം.